സ്കൂൾ വിട്ടുവരുന്ന കുട്ടികളെ കാത്തിരിക്കുന്ന അമ്മമാർ അമ്മ നൽകുന്ന ആ ചൂട് ചായയിൽ ബിസ്ക്കറ്റ് മുക്കി കഴിച്ച് അവർ ഗ്രൗണ്ടിലേക്ക് കളിക്കാൻ പോകുന്നു. ബാല്യത്തിന്റെ നിറമുള്ള ഓർമ്മകളിൽ ഇന്നും മായ നിൽക്കുന്ന ആ ബിസ്ക്കറ്റ് പാർലേജി. സ്വദേശി പ്രസ്ഥാനത്തിൽ ആകർഷണനായ മോഹൻലാൽ ദയാൽ താൻ നടത്തിയിരുന്ന തുണി വ്യവസായം അവസാനിപ്പിക്കുന്നു. പിന്നീട് 1929 മുംബൈയിലെ വിലേ പാർലയിൽ ഒരു പലഹാര ഫാക്ടറി ആരംഭിക്കുന്നു. മിഠായികൾ നിർമ്മിച്ചു തുടങ്ങിയ ആ ഫാക്ടറിക്ക് അതുവരെ പേരിട്ടിട്ടില്ലായിരുന്നു. പിന്നീട് ആ സ്ഥലത്തിന്റെ പേരായ പാർലെ തന്റെ കമ്പനിയുടെ പേരാക്കി മാറ്റുന്നു. മിഠായിൽ നിന്നും ബിസ്ക്കറ്റിലേക്ക് മാറാൻ ഏകദേശം 10 വർഷങ്ങൾ വേണ്ടി വന്നു. സമ്പന്നർ മാത്രം ഉപയോഗിച്ചിരുന്ന ബിസ്ക്കറ്റ് എല്ലാവരിലേക്ക് എത്തിക്കണം എന്ന ചിന്തയിൽ നിന്നും 1939 പാർലെ ഗ്ലൂക്കോ പുറത്തിറക്കി. പൂർണ്ണമായും ഇന്ത്യയിൽ നിർമ്മിച്ച വില കുറവുള്ള ബിസ്ക്കറ്റ് എത്രയും പെട്ടെന്ന് തന്നെ മാർക്കറ്റ് കീഴടക്കി. ആ വളർച്ചയ്ക്ക് അധിക നാൾ ആയുസുണ്ടായിരുന്നില്ല. പാർലെ ഗ്ലൂക്കോയ്ക്ക് പിന്നാലെ ഗ്ലൂക്കോ എന്ന പേരിൽ നിരവധി ബിസ്ക്കറ്റുകൾ പുറത്തിറങ്ങി. ഇത് ബിസ്ക്കറ്റുകളുടെ വിപണനത്തെ നല്ല രീതിയിൽ ബാധിച്ചു. പിന്നീട് അവർ പാക്കിങ്ങിൽ മാറ്റങ്ങൾ വരുത്തി മംഗൻലാൽ വരച്ച ഒരു കുട്ടിയുടെ സാങ്കല്പിക ഫോട്ടോയുമായി ചേർത്ത് അവർ വിപണി പിടിച്ചെടുക്കാൻ ഇറങ്ങി. അന്നു മുതലാണ് പാർലെ ഗ്ലൂക്കോ പാർലേജിയായി മാറിയത്. 1982 പാർലേജിയുടെ ആദ്യത്തെ TV പരസ്യം നിർമ്മിക്കുന്നത്. 90കളിൽ തരംഗം സൃഷ്ടിച്ച ഇന്ത്യൻ സൂപ്പർ ഹീറോ ശക്തിമാനെ പാർലേജിയുടെ പരസ്യത്തിൽ കൊണ്ടുവന്നത് അവിടുത്തെ വിപണനം കൂട്ടാൻ സഹായിച്ചു. 2011 നീൽസൺ സർവേ പ്രകാരം ലോകത്തിലെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന ബിസ്ക്കറ്റ് ബ്രാൻഡാണ് പാർലേജി. 2013 മാർക്കറ്റ് സ്റ്റഡിയിൽ ഇന്ത്യയിൽ ഏറ്റവും വേഗം 5000 കോടി കടന്ന ഉപഭോക്തൃ ഉൽപ്പന്നമായി മാറാൻ പാർലേജിക്ക് കഴിഞ്ഞു. കുറഞ്ഞ വിലയാണ് പാർലേജിയുടെ ജനപ്രീതിയിലെ മറ്റൊരു പ്രധാന ഘടകം. ഇന്നും 5 രൂപയ്ക്ക് കിട്ടുന്ന പാർലേജി ബിസ്ക്കറ്റ് ലോകത്തിലെ ഏറ്റവും മികച്ച ബിസ്ക്കറ്റ് ബ്രാൻഡുകളിൽ ഒന്നാണ്.